ഇനി നമ്മൾ നോക്കുന്നത് മൊഡ്യൂൾ 1-ൽ തന്നെ വരുന്ന ബെൻഡിങ് സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ് എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മൊഡ്യൂൾ 1-ലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി പോർഷൻസ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാം. നമുക്ക് മിനിമം മാർക്ക് എത്രയാണ് വരുന്നത്? പാസ് മാർക്ക് 30 ആണ്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഫസ്റ്റത്തത്? പ്യുവർ ബെൻഡിങ് കേസാണ് പറയുന്നത്. അതായത് ഷിയർ കൺസിഡർ ചെയ്യുന്നില്ല, ഓൺലി ബെൻഡിങ് മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ പ്യുവർ ബെൻഡിങ് കണ്ടീഷൻ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ മുകൾ ഭാഗം കംപ്രഷനും നമ്മൾ ലോഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ബീമിൻ്റെ മുകൾ ഭാഗം കംപ്രഷനും ബോട്ടം പോർഷൻ ടെൻഷൻ ആയിരിക്കും. സെൻറ്ററിൽ ഒരു റീജിയൻ ഉണ്ട്, അതിനെ ന്യൂട്രൽ ലെയർ എന്ന് പറയും. അവിടെ കംപ്രഷനോ ടെൻഷനോ ആക്ട് ചെയ്യില്ല. ഇപ്പോൾ ഒരു കാൻഡിലിവർ ബീമിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ ബെൻഡ് ആവുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ടെൻഷൻ മുകളിലും താഴെ കംപ്രഷൻ. അപ്പോൾ ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. പ്യുവർ ബെൻഡിങ് കേസ്, ഒരു കാൻഡിലിവർ ബീമിൻ്റെ കേസിൽ ടെൻഷൻ എവിടെയായിരിക്കും? ടോപ്പിലാണോ ബോട്ടത്തിലാണോ? അപ്പോൾ ടെൻഷൻ ടോപ്പിലായിരിക്കും. ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. ഇനി അടുത്ത 3 മാർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അസംഷൻസ് ഓഫ് പ്യുവർ ബെൻഡിങ്. അപ്പോൾ നമുക്ക് ഇത്രയും അസംഷൻസ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് തന്നെ പല ഭാഗത്തായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ്, ദ മെറ്റീരിയൽ ഓഫ് ദ ബീം ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്. ദെൻ ഇറ്റ് ഒബേ ഹൂക്സ് ലോ. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടില്ല, ഇലാസ്റ്റിക് ലിമിറ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നേരെ കൊടുത്താൽ മതി ഇറ്റ് ഷുഡ് ഒബേ ഹൂക്സ് ലോ എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ലോഡ് ഈസ് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ലോഡ് കൊടുക്കുക. പിന്നെ പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ എക്സ് മോഡുലസ് ഓഫ് ദ ബീം മെറ്റീരിയൽ ഇൻ ദ സെയിം ഇൻറ്റൻഷൻ. അതായത് ത്രൂ ഔട്ട് ദ സെക്ഷൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കോൺസ്റ്റന്റ് ആവും. ദെൻ പ്ലെയിൻസ് ക്രോസ് സെക്ഷൻ റിമെയിൻ പ്ലെയിൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ബെൻഡിങ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ബെൻഡിങ്ങിലും നമ്മളുടെ പ്ലെയിൻ ക്രോസ് സെക്ഷൻ റിമെയിൻ പ്ലെയിൻ സർഫസ് തന്നെയായിരിക്കും. The radius of curvature of the beam is large enough in comparison to cross-sectional. Cross-sectional dimensionേക്കാൾ കൂടുതലായിരിക്കും റേഡിയസ് ഓഫ് കർവേച്ചർ വരിക. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു കർവ് ഷേപ്പിലാവും. അപ്പോൾ നമുക്കിതൊരു സർക്കിൾ കൺസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ സെൻറ്ററിൽ നിന്നും അതുവരേക്കുള്ള ഡിസ്റ്റൻസ് ആർ, റേഡിയസ് ഓഫ് കർവേച്ചർ, അത് എപ്പോഴും നമ്മുടെ ക്രോസ് സെക്ഷണൽ ഡയമെൻഷനേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ളത്. പിന്നെ നമ്മൾ ഓരോ ബീമിൻ്റെ അതും ഓരോ ലെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ആർ ഫ്രീ ടു എക്സ്പാൻഡ് ഓർ കോൺട്രാക്ട് ഇൻഡിപെൻഡൻ്റ്ലി. ദെൻ ബീം ഈസ് ഇനീഷ്യലി സ്ട്രൈറ്റ് ആൻഡ് അൺസ്ട്രെസ്ഡ്. നമ്മളുടെ ബീം എന്തായിരിക്കണം? ഇനീഷ്യലി സ്ട്രൈറ്റ് ആയിരിക്കണം, അതേപോലെ സ്ട്രെസ് ഒന്നും അതിൻ്റെ മുകളിലേക്ക്. ഇതാണ് മെയിൻ അസംഷൻസ് എന്ന് പറയുന്നത്. ഇതിലെ 4 പോയിന്റുകൾ നിങ്ങൾക്ക് എഴുതാൻ അറിഞ്ഞു കഴിഞ്ഞാൽ 3 മാർക്ക് കിട്ടും. ദെൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട അടുത്ത പോയിന്റുകളാണ് ന്യൂട്രൽ ലെയർ. ന്യൂട്രൽ ലെയറിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുകൾ ഭാഗം കംപ്രഷനും താഴ്ഭാഗം ടെൻഷനും ആയിരിക്കും. അതിൻ്റെ സെൻട്രോയിലൂടെ പോകുന്ന ഒരു ലെയർ ഉണ്ട്. ആ ലെയറിനാണ് ന്യൂട്രൽ ലെയർ എന്ന് പറയാം. ആ ന്യൂട്രൽ ലെയറിൽ വെർ ഇസ് ദ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു 0. ആ ലെയറിൽ സ്ട്രെയിൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി അതിലൂടെ പോകുന്ന ആക്സിസിനെ ദ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ന്യൂട്രൽ സർഫസ് ആൻഡ് എനി ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഈസ് കോൾഡ് ന്യൂട്രൽ ആക്സിസ്. അതിലൂടെ കടന്നു പോകുന്ന ആക്സിസിനെ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയും. ദെൻ അടുത്ത പോയിന്റ് വരുന്നതാണ് സെക്ഷൻ മോഡുലസ്. എന്താണ് സെക്ഷൻ മോഡുലസ്? 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അതായത് റേഷ്യോ ഓഫ് മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് എ സെക്ഷൻ എബൌട്ട് ദ ന്യൂട്രൽ ആക്സിസ് ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ. അതായത് I/Y ആണ് സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത്. Z is equal to I/Y. ദെൻ അടുത്തൊരു 1 വേർഡ് ആണ് ഫ്ലെക്ചറൽ റിജിഡിറ്റി. അതിനെ EI എന്നും പറയും. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് മെഷർ ഓഫ് ഒരു ഫ്ലെക്ചറൽ സ്ട്രെങ്ത്തിനെ മെഷർ ചെയ്യുന്നതാണ്. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ എക്സ് മോഡുലസ്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനീഷ്യ. ഇതിന്റെ രണ്ടിനും പ്രൊഡക്റ്റ് ആണ് എന്ത്? പ്രൊഡക്റ്റ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് മൊമെന്റ് ഓഫ് ഇനീഷ്യ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്ചറൽ റിജിഡിറ്റി എന്ന് പറയും. ഇനി നമുക്ക് ഇതിനെ ടോർഷണൽ റിജിഡിറ്റി പറഞ്ഞിട്ട് വേറൊരു ടേം വരുന്നുണ്ട് നമുക്ക് 3rd മൊഡ്യൂളിൽ. അപ്പോൾ നോക്കാം. അപ്പോൾ ഈ ടേം മറക്കരുത്, EI. ദെൻ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്യുവർ ബെൻഡിങ് ഇക്വേഷൻ ആണ്. അപ്പോൾ മെയിൻ ഇക്വേഷൻ M/I is equal to FB/Y is equal to E/R. ചില സമയങ്ങൾ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ബെൻഡിങ് മൊമെന്റ് ആണ്. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ബെൻഡിങ് മൊമെന്റ് അല്ല, അത് ഈക്വൽ ആണ് ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ. അതായത് ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവുന്ന സമയത്ത് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബീമിന്റെ ഉള്ളിലുണ്ടാകുന്ന മൊമെന്റിനെയാണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതല്ലേ തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ കൊടുക്കുന്നത് എന്താണ്? ബെൻഡിങ് മൊമെന്റ്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ M എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ബെൻഡിങ് മൊമെന്റ്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനീഷ്യ. FB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബെൻഡിങ് സ്ട്രെസ്, ചില ഭാഗങ്ങളിൽ സിഗ്മ ബി എന്നും റെപ്രസെൻറ്റേഷൻ കൊടുക്കും. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ഫ്രം സെൻട്രോയിഡ് ടു ദ എക്സ്ട്രീം ഫൈബർ ലെയർ വരെയുള്ള ഡിസ്റ്റൻസ്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ. ദെൻ നമുക്ക് ഞാൻ കോമൺ ആയിട്ട് കുറച്ച് ഒരു ടേബിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഇക്വേഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ആണ് നിങ്ങൾക്ക് തന്നെങ്കിൽ അവിടെയുള്ള മൊമെന്റ് ഓഫ് ഇനീഷ്യ ഐ എക്സസ് ആണ് എപ്പോഴും എടുക്കുക, ബി ഡി ക്യൂ ബൈ 12. ഐ വൈ ഞാൻ ഇവിടെ എടുത്തിട്ടില്ല, കാരണം എപ്പോഴും ഐ എക്സസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബി ഡി ക്യൂ ബൈ 12. സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡി സ്ക്വയർ ബൈ 6, ഏരിയ ബി ഇൻറ്റു ഡി. ഇത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി ഹോളോ റെക്ടാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ ക്യാപിറ്റൽ ബി ഡി ക്യൂ ബൈ 12 മൈനസ് സ്മോൾ ബി ഡി ക്യൂ ബൈ 12. അതേപോലെ സെക്ഷൻ മോഡുലസ് ആയിരിക്കുമ്പോൾ capital BD cube minus small bd cube divided by capital 6 into capital D. അതേപോലെ സർക്കുലർ സെക്ഷനിൽ ISS ഉം IY സെയിം ആണ്, 5 d raised to 4 by 64. ദെൻ സെഡ് എന്ന് പറയുന്നത് പൈ ഡി ക്യൂ ബൈ 32. ഈ ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്താവും, ഈ ഒരു മാർക്ക് നമുക്ക് പോവും. അപ്പോൾ നമുക്ക് ഈ 7 മാർക്ക് ഒരു എസ്എ പാർട്ടിൽ നമുക്ക് ഇതിലത്തെ ആദ്യത്തെ ബെൻഡിങ് സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ പോർഷൻസ് നമുക്ക് കവർ ചെയ്ത് കിട്ടണം. അതുകൊണ്ട് നമുക്ക് പിന്നെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ മുന്നോടിയായിട്ടുള്ള ക്വസ്റ്റ്യനിലാണ് നമുക്ക് എന്ത് വരുന്നത്, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി വരയ്ക്കും. ഒരിക്കലും ഇതിപ്പോൾ ഇതുവരെ ഷിയർ ഫോഴ്സും ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ബെൻഡിങ് സ്ട്രെസ്സും ഒരു ഓവർലാപ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അപ്പോൾ ബെൻഡിങ് സ്ട്രെസ് എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ മെയിൻ ഇക്വേഷൻ വരുന്നത് എം ഈക്വൽ ടു എഫ് ബി ഇൻറ്റു സെഡ്. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ബൈ വൈ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ 5 meter ഹാസ് എ ക്രോസ് സെക്ഷൻ 150 ഇൻറ്റു 250 mm. ഇഫ് ദ പെർമിസിബിൾ സ്ട്രെസ്, അതായത് പെർമിസിബിൾ സ്ട്രെസ് എന്ന് ഉദ്ദേശിക്കുന്നത് എഫ് ബിനെ തന്നെയാണ്, 10 Newton/mm² ആണ്. ഫൈൻഡ് എ മാക്സിമം ഇൻറ്റൻസിറ്റി ഓഫ് ദ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഇറ്റ് ക്യാൻ ക്യാരി. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബീം ക്യാരി ചെയ്യാൻ പറ്റുന്ന മാക്സിമം യു ഡി എൽ ലോഡ് എത്രയായിരിക്കും? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, ഇനി യു ഡി എൽ അല്ലെങ്കിൽ മാക്സിമം കോൺസെൻട്രേറ്റഡ് ലോഡ് അപ്ലൈഡ് അറ്റ് 2 meter ഫ്രം ദ വൺ എൻഡ് ഇറ്റ് ക്യാൻ ക്യാരി. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ സ്പാൻ 5 meter തന്നിട്ടുണ്ട്. അതിൽ നിന്ന് 2 meter, ഒരു സപ്പോർട്ടിന് 2 meter മാറി ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ആ പോയിന്റ് ലോഡ് എത്രത്തോളം ആവാം എന്നുള്ള 2 ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ പ്രീവിയസ് ടേബിൾ ഒന്ന് വരാം. അപ്പോൾ പ്രീവിയസ് ടേബിളിൽ ഞാൻ ലാസ്റ്റത്തെ കോളം ഞാൻ നേരത്തെ പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കാം. അതായത് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എം എന്തിന് ഈക്വൽ ആണ്? ബെൻഡിങ് മൊമെന്റിന് ഈക്വൽ ആണ്. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് വരുമ്പോൾ പോയിന്റ് ലോഡ് ആണെങ്കിൽ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ മാക്സിമം ബെൻഡിങ് മൊമെന്റ് WL/4. അത് എന്തിന് ഈക്വൽ ആണ്? എമ്മിന് ഈക്വൽ. അപ്പോൾ എം ഈസ് ഈക്വൽ WL/4 പോയിന്റ് ലോഡ് ആണെങ്കിൽ. ഇനി യു ഡി എൽ ആണെങ്കിൽ WL²/8. എപ്പോഴും നിങ്ങൾക്ക് സെൻട്രൽ പോയിന്റ് ലോഡാണ് ചോദിക്കുക, ഒരു സൈഡിക്കുള്ളത് ചോദിക്കില്ല. പക്ഷെ ഞാൻ അടുത്ത പ്രോബ്ലത്തിൽ അത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മെയിൻ ഇക്വേഷൻ എന്താണ്? എം ഇൻറ്റു എഫ് ബി ഇൻറ്റു സെറ്റ് ആണ്. കാരണം എഫ് ബി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോഡ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എം ആണ്, മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് W കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എം ഇസുകൾ എഫ് ബി ഇൻറ്റു സെറ്റ്. എഫ് ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ സെഡ് ആണ്. സെഡ് നോക്കണമെന്നുണ്ടെങ്കിൽ ക്രോസ് സെക്ഷൻ നോക്കാം. ക്രോസ് സെക്ഷൻ തന്നിരിക്കുന്നത് 150 ഇൻറ്റു 250 mm എന്നാണ്. അതായത് റെക്ടാങ്കുലർ ബോക്സ് ആണെന്ന് അർത്ഥം. അത് ആദ്യം മനസ്സിലേക്ക് വരും. ചില കുട്ടികൾ ഇത് കണ്ടു കഴിഞ്ഞാലും സർക്കുലർ എടുക്കും. അപ്പോൾ നമ്മൾ സർക്കുലർ അല്ലാതെ റെക്ടാങ്കുലർ സെക്ഷൻ എടുക്കാം. അപ്പോൾ എന്തായിരിക്കും? Z ഈസ് ഈക്വൽ ടു, ഞാൻ പ്രീവിയസ് ടേബിൾ തന്നിട്ടുണ്ട്, BD²/6. അപ്പോൾ ഞാൻ BD²/6 എടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വാല്യൂ കിട്ടി. ദെൻ M ഈസ് ഈക്വൽ ടു, നമുക്ക് തന്ന വാല്യൂ കൊടുത്ത് നമുക്ക് അടുത്ത ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മളുടെ ഇക്വേഷൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന യു ഡി എൽ എത്രയാണെന്നുള്ളത്. അപ്പോൾ യു ഡി എൽ വരുന്ന സമയത്ത് നമ്മളുടെ എമ്മിൻ്റെ ഇക്വേഷൻ എന്താ? WL²/8. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തു. ഇനി അവിടെ പോയിന്റ് ലോഡ് ആണെങ്കിൽ നിങ്ങൾ ഏത് ഇക്വേഷൻ കൊടുക്കും? സെൻട്രൽ പോയിന്റ് ലോഡ് ആണെങ്കിൽ WL/4.